റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇപ്പോൾ ധാരാളം ഒഴിവുകളാണ് റെയിൽവേയിൽ വന്നിട്ടുള്ളത്. അതിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിളിച്ചിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഇന്ന് തൊഴിൽജാലകത്തിൽ പറയുന്നത്. ജൂനിയർ മാനേജർ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള നിയമനത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരം തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് മൊത്തം 642 ഒഴിവുകളിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ മെച്ചപ്പെട്ടതാണ്. ഈ ജോലിക്ക് ഓൺലൈനായി ജനുവരി 18 മുതൽ ഫെബ്രുവരി 16 വരെയാണ് അപേക്ഷിക്കാവുന്നത്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം: ജൂനിയർ മാനേജർ ഫിനാൻസ് 3, എക്സിക്യൂട്ടീവ് സിവിൽ 36, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 64, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികോം 75, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 464. പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂനിയർ മാനേജർ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മൾട്ടി ടാസ്കിംഗ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും മറ്റ് വിവരങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 642 ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 1000-ഉം MTS വിഭാഗത്തിന് 500 രൂപയുമാണ്. SC, ST, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, എക്സ് സർവീസ്മെൻ എന്നിവർക്ക് ഫീസ് ഇല്ല. അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 16 ആണ്. അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ. ചിലപ്പോൾ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.